ഒരു എഞ്ചിനീയറുടെ കീഴിൽ 2 തൊഴിലാളികൾ തൂമ്പപ്പണി ചെയ്യുകയാണ്. അപ്പോൾ പണി ചെയ്ത് വിയർത്തൊലിച്ച് നിൽക്കുന്ന, ഹാർഡ് വർക്ക് ചെയ്ത് ടയേർഡായി നിൽക്കുന്ന ഈ പാവം പിടിച്ച മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ചിന്ത ഇങ്ങനെ തിരിഞ്ഞു. അതായത് നമ്മളല്ലേ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, പക്ഷെ നമുക്ക് ചെറിയൊരു കൂലിയല്ലേ ഉള്ളൂ. എന്നാൽ ഒന്നും ചെയ്യാതെ നമ്മുടെ മുമ്പിൽ നമ്മുടെ പണിയൊക്കെ നോക്കി ഒരു പക്ഷേങ്കിൽ ഇതൊക്കെ അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നുണ്ടാകും. പക്ഷേ വേറൊന്നും ചെയ്യാതെ നിൽക്കുന്ന ഈ മനുഷ്യൻ്റെ കൂലി, അദ്ദേഹത്തിന് ലഭിക്കുന്ന കൂലി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നതിനേക്കാൾ ഒത്തിരി കൂടുതലല്ലേ? ഇതെന്ത് ന്യായമാണ്? സത്യത്തിൽ അധ്വാനിക്കുന്ന നമ്മളല്ലേ, നമുക്കല്ലേ കൂലി കിട്ടേണ്ടത്. അപ്പോൾ ഈ പാവം പിടിച്ച തൊഴിലാളികളുടെ സംസാരം കേട്ട എഞ്ചിനീയർക്ക് ഇവരെങ്ങനെയെങ്കിലും ഈ കാര്യങ്ങളൊന്ന് ഗ്രഹിപ്പിച്ചു കൊടുക്കണമല്ലോ എന്ന് തോന്നി. അതിന് തൻ്റെ എഞ്ചിനീയറിംഗ് ബുദ്ധി എടുത്തത്, അതായത് ഈ പണിക്കാരിൽ ഒരാളെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചിട്ട് തൊട്ടപ്പുറത്ത് നിന്ന ഒരു മരച്ചുവട്ടിലേക്ക് ഈ ഒരു മനുഷ്യനെ കൊണ്ടുപോയി. എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിലെ സംശയം ഒന്ന് തീർത്തു തരണം എന്നൊരാശയം എനിക്കുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അധികം ഒന്നും വാചാലനാകാതെ ഈ എഞ്ചിനീയർ ചെയ്ത ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്, ഒരു മരച്ചുവട്ടിൽ പോയിട്ട് ആ മരത്തിൻ്റെ വട്ടം തൻ്റെ കൈകൾ ഇങ്ങനെ കോർത്തു പിടിച്ചു ആ മരത്തോട്. എന്നിട്ട് ഈ തൊഴിലാളികൾ വിളിച്ചുകൊണ്ട് പോയ ആ ഒരു മനുഷ്യനോട് പറഞ്ഞു, എൻ്റെ കയ്യിലേക്ക് താങ്കൾ ഒത്തിരി ശക്തി ഉപയോഗിച്ചിരിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അയ്യോ അങ്ങനെ ഇടിച്ച വേദനിക്കില്ലേ? അപ്പൊ എഞ്ചിനീയർ പറഞ്ഞു, വേദനിച്ചോട്ടെ, നന്നായിട്ട് ഇടിച്ചാൽ മതി. അപ്പോൾ ഒരു പരിധി വരെ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഇങ്ങനെ ദേഷ്യം കിടക്കുന്നത് കൊണ്ട് താൻ ഇങ്ങനെ ചിന്തിക്കുക, ഓ കിട്ടിയ അവസരമല്ല, ഒരു പൂശ് കൊടുത്തേക്കാം. നമ്മളും ഇങ്ങനെയാണല്ലോ, അവസരം കിട്ടിയാൽ അല്ലെങ്കിൽ അവസരം കിട്ടാൻ നോക്കിയിരിക്കുന്നവരെ നമ്മളൊക്കെ അല്ലേ? സത്യത്തില് ഈ മനുഷ്യൻ ഇങ്ങനെ കൈവച്ചു, ഈ പാവം പിടിച്ച തൊഴിലാളി ആഞ്ഞിടിച്ചു. പക്ഷെ ഇടി കയ്യിൽ കൊള്ളുന്നതിന് തൊട്ട് നിമിഷങ്ങൾക്ക് മുമ്പ് ഈ എഞ്ചിനീയറായ മനുഷ്യൻ തൻ്റെ കൈ ഇങ്ങനെ വലിച്ചു. പിന്നെ ആ പാവം തൊഴിലാളിയുടെ ഇടി എവിടെ കൊണ്ടേന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. എങ്ങനെയെന്നറിയാം, ബെഞ്ചിലിങ്ങനെ കൈ വയ്ക്കും, കൂട്ടുകാരോട് ഇടിക്കാൻ പറയും, അവരിടിക്കും, ഇടി കൊള്ളുന്നതിന് മുമ്പ് നമ്മൾ കൈ വലിക്കും, ആ ഇടി ബെഞ്ചിൽ കൊള്ളും, വേദനിക്കും. ഞാനിത് പറയുമ്പോൾ ചിലർക്ക് വിചാരിച്ചു, ഓ ഇതൊന്നും കേട്ടുകേൾവിയില്ലാത്ത സംഭവം അല്ല, ഞാൻ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. അപ്പം ഇദ്ദേഹത്തിന്റെ കൈ വേദനിച്ചു. അപ്പൊ എഞ്ചിനീയർ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. കാര്യങ്ങൾ അത്ര ഗ്രഹിച്ചതിന് ശേഷം ഈ തൊഴിലാളി വീണ്ടും പണിസ്ഥലത്തേക്ക് ചെന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മറ്റു പണിക്കാരൻ ചോദിച്ചു, നീ എന്ത് പഠിച്ചു? എന്താ അദ്ദേഹം പറഞ്ഞേ? കാര്യങ്ങൾ മനസ്സിലായോ? ആ കുറച്ചൊക്കെ മനസ്സിലാക്കി. എന്താ മനസ്സിലായേ? അപ്പൊ അവിടെ പണിയുന്ന സ്ഥലത്ത് വേറെ മരമൊന്നും അദ്ദേഹം കണ്ടില്ല. ഈ പഠിച്ച പുള്ളി എന്ത് ചെയ്തു? എന്നെ കാണിച്ചത് ഞാൻ നിന്നെ കാണിക്കാം. അവിടെ മരമില്ലാത്തത് കൊണ്ട് ഈ പാവം പിടിച്ച മനുഷ്യൻ തന്റെ 2 കവിളിലും കൈ ഇങ്ങനെ വെച്ചു. എന്നിട്ട് അടുത്ത മനുഷ്യനോട് പറഞ്ഞു, നീ എൻ്റെ കയ്യിലേക്ക് ഇടിക്കണം. വേദനിക്കില്ലേ? അല്ല വേദനിച്ചോട്ടെ. ഈ മനുഷ്യൻ സർവശക്തി ഉപയോഗിച്ച് ഒറ്റ ഇടി കൊടുത്തു. എഞ്ചിനീയർ ചെയ്തതുപോലെ ഈ പാവം പിടിച്ച മനുഷ്യൻ കൈ വലിച്ചു. പക്ഷെ ഇടിച്ചവന്റെ ഇടി കൊണ്ടത് ഈ കൈ വെച്ചു കൊടുത്ത ചെവിട്ടത്ത അല്ലെങ്കിൽ കവിളിലെ കൊണ്ട്. അടി നല്ല അടിയായിരുന്നു. നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണൂല്ലേ ഈ ഒരു കഥ? തമാശയായിട്ട് ചിരിയൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ തമാശ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ പോലും ഇതിനകത്തൊരു അർത്ഥമുണ്ട്. പലപ്പോഴും നമ്മളും ഇങ്ങനെ യാഥാർത്ഥ്യങ്ങൾ അറിയാതെയാണ് വിമർശിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് നമ്മൾ പലപ്പോഴും കുറ്റം പറയുന്നത്. ഈ മനുഷ്യർ ചിന്തിച്ചത് ശരിയാ, പക്ഷേങ്കിൽ അദ്ദേഹം എത്ര എഫേർട്ട് എടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് അല്ലെങ്കിൽ ഈ നിലവാരത്തിൽ എത്തിയത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാൻ അവർ വൈകിപ്പോയി. അതിനവർക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം കൊടുത്ത ഒരു ഉദാഹരണം, ആ ഒരു പ്രക്രിയ നല്ല ചിന്തയിൽ മനസ്സിലാക്കാനും ആ മനുഷ്യർക്ക് കഴിഞ്ഞില്ല. എന്ത് കണ്ടോ അതങ്ങനെ തന്നെ മറുസൈഡിൽ അപ്ലൈ ചെയ്തു. എന്നാൽ ചെവിട്ടത്ത് അല്ലെങ്കിൽ കവിളിൽ വെച്ച കരം വലിക്കുമ്പോൾ അടി കൊള്ളുന്നത് കവിളിലാണ് എന്നുള്ള ചിന്ത പോലും സാമാന്യ ബുദ്ധിയിൽ ഉരുത്തിരിയാതെ വന്നു. ഇതാണ് 2 തലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഈ ഒരു വ്യത്യാസമാണ് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ എവിടെ നിൽക്കുന്നു, അദ്ദേഹം എവിടെ നിൽക്കുന്നു, എൻ്റെ സഹപാഠി എവിടെ നിൽക്കുന്നു, എൻ്റെ സുഹൃത്ത് മറ്റുള്ളവർ എവിടെ നിൽക്കുന്നു, ഇതാണ് ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ടത്.
മറ്റുള്ളവൻ എന്തായി എന്നുള്ളതിനെ കുറിച്ച് അസൂയപ്പെട്ട് അല്ലെങ്കിൽ അവനോട് വെറുപ്പ് പുലർത്തിയല്ല, ഞാനും നിങ്ങളും എന്താകണം എന്നതിനെക്കുറിച്ച് ഉത്സാഹിയായിരിക്കണം. അറിയുന്ന കാര്യങ്ങൾ പൂർണ്ണ ഗൗരവത്തോടെ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പലപ്പോഴും അസാധാരണമായിരിക്കുന്ന തിരിച്ചടികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ബുദ്ധിയിൽ ശിശുക്കളാകാതെ സാമാന്യ ബുദ്ധിയോടെ ആരെയും വിമർശിക്കാതെ അവനവന് ലഭിച്ചതായ ഓരോ സ്ഥാനവും അവനവന് ലഭിച്ചതായ ഓരോ പദ്ധതിയും അതിൻ്റെതായ നിലയിൽ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ കഴിയുന്ന ഒരു നല്ല അനുഭവത്തിനും ഒരു ജീവിതത്തിനും ഉടമയായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ ചെയ്യട്ടെ. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.